ഞാൻ സെലക്ട് ചെയ്യപ്പെടണമായിരുന്നു. കുട്ടികൾക്ക് സ്വീറ്റ്സ് വിതരണം ചെയ്യപ്പെടണമായിരുന്നു. അവനെ സസ്പെൻഡ് ചെയ്യണമായിരുന്നു. അവർ ആദരിക്കപ്പെടണമായിരുന്നു. ഈ ലെറ്റേഴ്സ് എല്ലാം പോസ്റ്റ് ചെയ്യണമായിരുന്നു. ഈ സെൻറ്റൻസസൊക്കെ ശ്രദ്ധിച്ചില്ലേ? ഇത്തരം സെൻറ്റൻസസൊക്കെ നമുക്ക് പലപ്പോഴും പറയേണ്ടി വരാറില്ലേ? ഇത്തരം സെൻറ്റൻസസ് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ അത് ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഷുഡ് ഹാവ് ബീൻ പ്ലസ് V3. V3 ഫോം എന്നത് ഒരു വെർബിൻ്റെ തേർഡ് ഫോമാണ്. ഞാൻ സെലക്ട് ചെയ്യപ്പെടണമായിരുന്നു എന്ന് പറയുമ്പോൾ ആരാ എന്നെ സെലക്ട് ചെയ്യേണ്ടത് എന്ന് പറയുന്നില്ലല്ലോ. അത് എനിക്ക് ഒരു വിഷയമേ അല്ല. ഞാൻ സെലക്ട് ചെയ്യപ്പെടണമായിരുന്നു, അത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെയാണ് മറ്റുള്ള സെൻറ്റൻസസും. അവനെ സസ്പെൻഡ് ചെയ്യണമായിരുന്നു എന്ന് പറയുമ്പോൾ ആരാണ് സസ്പെൻഡ് ചെയ്യേണ്ടത് എന്ന് പറയുന്നില്ല. അതിന് ഉത്തരവാദപ്പെട്ട ആളുകൾ ചെയ്യണം. അപ്പോൾ ഇതുപോലെയുള്ള എല്ലാ സെൻറ്റൻസസും പറയുമ്പോൾ നമുക്ക് ആരാണ് ചെയ്യേണ്ടിയിരുന്നത് എന്ന് പറയാതെ പറയുന്ന അത്തരം സെൻറ്റൻസുകളെയാണ് പാസീവ് വോയിസ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എക്സാമ്പിൾ സെൻറ്റൻസസ് നോക്കാം. യു ഷുഡ് ഹാവ് ബീൻ കോൾഡ്. നിങ്ങൾ വിളിക്കപ്പെടണമായിരുന്നു. നിങ്ങളെ ആരെങ്കിലും വിളിക്കണം എന്നാണ് അതിനർത്ഥം. നോക്കൂ, ഷുഡ് ഹാവ് ബീൻ പ്ലസ് കോൾഡ്. കോൾഡ് എന്നത് കോൾ എന്ന വെർബിൻ്റെ തേർഡ് ഫോമാണ്. കോൾ എന്നാൽ വിളിക്കുക. യു ഷുഡ് ഹാവ് ബീൻ കോൾഡ്. നിങ്ങൾ വിളിക്കപ്പെടണമായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളെ ആരെങ്കിലും വിളിക്കണമായിരുന്നു എന്നാണ്. സംബഡി ഷുഡ് ഹാവ് കോൾഡ് യു എന്നാണ് അതിനർത്ഥം. ഇറ്റ് ഷുഡ് ഹാവ് ബീൻ ഡൺ. ഇറ്റ് ഷുഡ് ഹാവ് ബീൻ ഡൺ. അത് ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ ചെയ്യപ്പെടണമായിരുന്നു. നമ്മൾ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ ചെയ്യപ്പെടണമായിരുന്നു എന്നൊന്നും പറയില്ലല്ലോ. അത് ചെയ്യണമായിരുന്നു എന്നേ പറയുള്ളൂ. ആരാണ് ചെയ്യേണ്ടത് എന്ന് അവിടെ പറയുന്നില്ല. ഷുഡ് ഹാവ് ബീൻ ഡൺ എന്നാണ്. ഡു എന്ന വെർബിൻ്റെ തേർഡ് ഫോമാണ് ഡൺ. അപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഷുഡ് ഹാവ് ബീൻ പ്ലസ് V3 ഫോം. ഷീ ഷുഡ് ഹാവ് ബീൻ ഇൻവൈറ്റഡ്. അവൾ ഇൻവൈറ്റ് ചെയ്യപ്പെടണമായിരുന്നു. അവൾ ക്ഷണിക്കപ്പെടണമായിരുന്നു. ക്ഷണിക്കുക, ഇൻവൈറ്റ്. ഇൻവൈറ്റ് എന്നത് ക്ഷണിക്കുക. ഇൻവൈറ്റ് എന്ന വേർബിൻ്റെ തേർഡ് ഫോമാണ് ഇൻവൈറ്റഡ്. ഷീ ഷുഡ് ഹാവ് ബീൻ ഇൻവൈറ്റഡ്. ആരാണ് അവളെ ക്ഷണിക്കേണ്ടത് എന്ന് പറയുന്നില്ലല്ലോ. ഷീ ഷുഡ് ഹാവ് ബീൻ ഇൻവൈറ്റഡ്. സംബഡി ഷുഡ് ഹാവ് ഇൻവൈറ്റഡ് ഹെർ എന്നാണ് അതിനർത്ഥം. ഷീ ഷുഡിൻറ്റ് ഹാവ് ബീൻ ഇൻവൈറ്റഡ് എന്നാണെങ്കിൽ അത് ഒരു നെഗറ്റീവ് സെൻറ്റൻസായി. ഷുഡിൻറ്റ് ഹാവ് ബീൻ എന്നാൽ ഷുഡ് നോട്ട് ഹാവ് ബീൻ. ഷീ ഷുഡിൻറ്റ് ഹാവ് ബീൻ ഇൻവൈറ്റഡ് എന്നാൽ അവൾ ക്ഷണിക്കപ്പെടണമായിരുന്നില്ല എന്നാണ്. എന്നാൽ ഇവിടെ സംഭവിച്ചത് എന്താ? അവൾ ക്ഷണിക്കപ്പെട്ടു. അത് വേണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഷീ ഷുഡിൻറ്റ് ഹാവ് ബീൻ ഇൻവൈറ്റഡ്. ദ ബോയ് ഷുഡ് ഹാവ് ബീൻ പണിഷ്ഡ്. ദ ബോയ് ഷുഡ് ഹാവ് ബീൻ പണിഷ്ഡ്. ആ കുട്ടി ശിക്ഷിക്കപ്പെടണമായിരുന്നു. ഷുഡ് ഹാവ് ബീൻ പണിഷ്ഡ്. പണിഷ് എന്ന വേർബിൻ്റെ തേർഡ് ഫോം ആണ് പണിഷ്ഡ്. ദ ബോയ് ഷുഡിൻറ്റ് ഹാവ് ബീൻ പണിഷ്ഡ് എന്നാണെങ്കിൽ ഒരു നെഗറ്റീവ് സെൻറ്റൻസായി. അപ്പോൾ ഷുഡിൻറ്റ് ഹാവ് ബീൻ എന്നുപയോഗിച്ചു. ശിക്ഷിക്കപ്പെടണമായിരുന്നില്ല എന്നായി. ഷുഡിൻറ്റ് ഹാവ് ബീൻ. അപ്പോൾ ഇത്തരത്തിൽ നെഗറ്റീവ് സെൻറ്റൻസസും ഉണ്ടാക്കാം. ദീസ് ബുക്സ് ഷുഡ് ഹാവ് ബീൻ സോൾഡ്. ഈ ബുക്സൊക്കെ വിൽക്കപ്പെടണമായിരുന്നു. ഇതൊക്കെ പാസ്റ്റിൽ കഴിഞ്ഞുപോയ കാര്യമാണ്. വിൽക്കപ്പെടണമായിരുന്നു, പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല. അപ്പോൾ അത് ഒരു റിഗ്രറ്റാണിപ്പോൾ. അതുകൊണ്ടാണ് ദീസ് ബുക്സ് ഷുഡ് ഹാവ് ബീൻ സോൾഡ് എന്ന് പറയുന്നത്. ഇതൊക്കെ വിൽക്കപ്പെടേണ്ട ബുക്കുകളായിരുന്നു, ഇതൊക്കെ വിൽക്കപ്പെടണമായിരുന്നു, പക്ഷേ അത് വിറ്റിട്ടില്ല എന്നർത്ഥം. സോൾഡ്, സെൽ എന്ന വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അല്ലെങ്കിൽ V3 ഫോമാണ്. മൈ കാർ ഷുഡ് ഹാവ് ബീൻ റിപ്പയർഡ്. എൻ്റെ കാറ് റിപ്പയർ ചെയ്യപ്പെടണമായിരുന്നു. സംബഡി ഷുഡ് ഹാവ് റിപ്പയർഡ് മൈ കാർ. സംബഡി അതൊരു മെക്കാനിക് ആവാം, അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ വേറെ ആരെങ്കിലും ആകാം. അവർ അത് റിപ്പയർ ചെയ്യണമായിരുന്നു എന്നാണ്. അപ്പോൾ മൈ കാർ ഷുഡ് ഹാവ് ബീൻ റിപ്പയർഡ്. എൻ്റെ കാർ റിപ്പയർ ചെയ്യപ്പെടണമായിരുന്നു, പക്ഷേ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചില്ല.
ഇനി മൈ കാർ എന്നതിന് പകരം ദീസ് കാർസ് എന്നായിരുന്നെങ്കിൽ കൂടുതൽ കാറുകൾ, അതൊരു പ്ലൂറൽ സബ്ജക്റ്റാണ്. അപ്പോഴും ഷുഡ് ഹാവ് ബീൻ എന്നുള്ള ആ ഒരു ഫോർമേഷനിൽ ഒരു വ്യത്യാസവും വരില്ല. ദീസ് കാർസ് ഷുഡ് ഹാവ് ബീൻ റിപ്പയർഡ്. ഈ കാറുകളെല്ലാം റിപ്പയർ ചെയ്യപ്പെടേണ്ടതായിരുന്നു. പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടില്ല, റിപ്പയർ ചെയ്തിട്ടില്ല. മൈ ക്ലോത്ത്സ് ഷുഡ് ഹാവ് ബീൻ വാഷ്ഡ്. എൻ്റെ ക്ലോത്ത്സ് എല്ലാം വാഷ് ചെയ്യേണ്ടതായിരുന്നു, വാഷ് ചെയ്യപ്പെടേണ്ടതായിരുന്നു. മൈ ക്ലോത്ത്സ് ഷുഡ് ഹാവ് ബീൻ വാഷ്ഡ്. വാഷ്ഡ് എന്നത് V3 ഫോം ഓഫ് വാഷ് ആണ്. അപ്പോൾ ഇതെല്ലാം പാസീവ് വോയിസിലുള്ള സെൻറ്റൻസസ് ആണ്. അതുകൊണ്ടാണ് ആരാണ് ചെയ്യുന്നത് എന്ന് പറയാത്തത്. അതിൻ്റെ ആവശ്യം ഇല്ല, അതല്ലെങ്കിൽ അത് അവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി മൈ ക്ലോത്ത്സ് ഷുഡ് ഹാവ് ബീൻ വാഷ്ഡ് ബൈ മീ എന്ന് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഈ ക്ലോത്ത്സ് എല്ലാം വാഷ് ചെയ്യേണ്ടതായിരുന്നു. ആരാണ് വാഷ് ചെയ്യേണ്ടത് എന്ന് അവിടെ വളരെ കൃത്യമായിട്ട് ബൈ മീ എന്ന് പറയുന്നു. ഞാനാണ് വാഷ് ചെയ്യേണ്ടിയിരുന്നത്. ബൈ ആരാണ് ചെയ്തത്, അല്ലെങ്കിൽ ഡുവർ ഓഫ് ദ ആക്ഷൻ ആരാണ് എന്ന് പറയേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രം പറയാം. അപ്പോൾ ഷുഡ് ഹാവ് ബീൻ പ്ലസ് V3 ഫോം ഉപയോഗിക്കുന്നത് പാസീവ് ഫോമിലാണ് എന്ന് മനസ്സിലായല്ലോ. പിന്നെ കഴിഞ്ഞുപോയ, പാസ്റ്റിൽ കഴിഞ്ഞുപോയ ഒരു കാര്യത്തെപ്പറ്റി, ചെയ്യാതിരുന്ന ഒരു കാര്യത്തെപ്പറ്റി അയ്യോ ചെയ്യണമായിരുന്നു എന്ന് പറയുമ്പോഴും, ചെയ്തു പോയ ഒരു കാര്യത്തെപ്പറ്റി അയ്യോ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയുമ്പോഴും ഒക്കെയാണ് ഈ ഷുഡ് ഹാവ് പ്ലസ് V3 ഫോമിൻ്റെ ഉപയോഗം വരുന്നത്. ഇത് പാസീവ് ഫോമിലുള്ള സെൻറ്റൻസുകളാണ്. അതുകൊണ്ട് ഷുഡ് ഹാവ് ബീൻ പ്ലസ് V3 ഫോം ഉപയോഗിച്ചു.